ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എന്റെ ശുശുവിന്റെ മുന്നുവിന്റെ പിറന്നാളായിരുന്നു കേട്ടോ. 4 വയസ്സായി അവർക്ക്. കല്യാണം കഴിഞ്ഞ് 8 വർഷമായിട്ടാണ് എനിക്ക് മക്കൾ ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ട്വിൻസ് ആയിരുന്നു അവര് കേട്ടോ. ഫസ്റ്റത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അന്ന്. കാരണം ഫസ്റ്റ് കുട്ടികൾ ഉണ്ടാവാതെ ഉണ്ടാവുന്ന ഒരു ഇതും ട്വിൻസ് ആണെന്ന് ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഞാൻ അവിടുന്ന് കരഞ്ഞു തുള്ളി ചാടി അതിനകത്തുനിന്ന് പുറത്തേക്ക് വന്ന് സ്കാനിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് പുറത്ത് കാക്കും ഉമ്മയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരോട് പറഞ്ഞ് അവര് എന്നെക്കാളും വലിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ ഇത് കേട്ടപ്പോ, ട്വിൻസ് ആണെന്ന് അറിഞ്ഞപ്പോ. ഡോക്ടർ പറഞ്ഞു ഇപ്പൊ താൻ ഹാപ്പി ആയില്ലേ, ഇതുവരെ കുട്ടികൾ ഉണ്ടാവാതെ ഇരുന്ന തനിക്കിപ്പോ 2 ആളായില്ലേ എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പൊ അവർക്ക് 4 വയസ്സായി. ഇന്നിപ്പോ അവര് സ്കൂളിൽ LKG പഠിക്കുകയാണ്. അവരുടെ ബർത്ത്ഡേന്റെ ചെറിയൊരു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ടെക്സ്റ്റൈൽസിലാണ് ശുശുക്കും മുന്നോട്ടും ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എവിടെ ചെന്നാലും വികൃതിക്ക് ഒരു കുറവില്ല കേട്ടോ അവർക്ക്. ഫസ്റ്റ് ഫ്ലോറിലാണ് അവർക്കുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞ് അതിൽ പോകുന്ന വഴിക്ക് 2 പ്രതിമകൾ കണ്ടപ്പോൾ അതിന്റെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ടോ. പ്രതിമ താഴെയിട്ട് കടക്കാർക്ക് പണിയെടുക്കുന്നു കണ്ടപ്പോ സ്റ്റാഫ് വന്ന് പറഞ്ഞു വിട്ടു കേട്ടോ അവരെ. സൈസ് നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ബ്ലൂ കളർ ഫ്രോക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ബ്ലൂ കളർ ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ അവളുടെ ഇമേജിൽ എപ്പോഴും വരുന്നത് റെയിൻബോ കളർ അല്ലെങ്കിൽ പിങ്ക് കളർ, അതാണ്. അപ്പോൾ സൈസ് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ ഉണ്ടായ എക്സ്പ്രഷനാണ് ഫസ്റ്റ് കണ്ടത്. ഫ്രോക്ക് എന്ന് പറയുമ്പോൾ അവരെ മൈൻഡിലുള്ളത് അവരെ കാർട്ടൂണിലെ പ്രിൻസസിന്റെ ഡ്രസ്സുകളാണ്. ശൂഷുക്ക് എന്ത് കിട്ടുന്നുണ്ടോ അത് അതേപോലെ തന്നെ ബേബിക്കും വേണമെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ശൂഷുക്ക് ഉടുപ്പ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ബേബി അവളുടെ ഉടുപ്പ് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അലന്റെ ഫേവറേറ്റ് കളർ എപ്പോഴും ബ്ലൂ ആണ്. അപ്പൊ ബ്ലൂ ഫ്രോക്ക് കിട്ടിയപ്പോ അവന് കാണിക്കുന്നതാണ് കിട്ടിയത്. ശുശുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ റെയിൻബോ കളറുള്ള ഫ്രോക്കാണ്. അതിട്ടിട്ടുള്ള എക്സ്പ്രഷനാണ് കറങ്ങി കൊണ്ടൊക്കെ കാണിക്കുന്നത് കേട്ടോ. ആ റെയിൻബോ കളർ എനിക്ക് അത്ര മാച്ചായി തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്ത് കാണിച്ചു തന്നിട്ടുള്ള ഈ പിങ്ക്, ലൈറ്റ് പിങ്ക് കളർ ഇത് ട്രൈ ചെയ്തു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ശുശുവിന്റെ ഫേസിനൊക്കെ. Blue jacket.
അലന്റെ ഡ്രസ്സ് കളറൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവന് ബ്ലൂ കളർ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഒറ്റയ്ക്ക് മിററിലൊക്കെ പോയി നോക്കിയിട്ട് ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ബേബിക്ക് പറ്റുന്നതൊക്കെ അവള് ചെയ്യുന്നുണ്ട്. സകല ബോക്സും വലിച്ചിടുന്നുണ്ട്, കയ്യിൽ ഡ്രസ്സൊക്കെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ ബ്ലൂ ടീഷർട്ടിലേക്ക് മാച്ച് ആവുന്നൊരു ഡാർക്ക് ബ്ലാക്ക് കളറ് ട്രൗസറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ആക്കിയപ്പോൾ അവന് സെറ്റായി കേട്ടോ. ബേബിക്ക് ചെറിയൊരു ഡ്രസ്സ് പെൺകുട്ടികളെ സെക്ഷനിൽ നോക്കി, അപ്പോൾ അവൾക്ക് മാച്ച് ആവുന്നത് എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ബോയ്സിൻ്റെ തന്നെ ചെറിയ ബോയ്സിൻ്റെ ഇത് തന്നെ നോക്കിയിട്ടാണ് അവൾക്ക് കിട്ടിയത്. കയ്യില്ല സ്ലീവ് മതിയോ? എന്നാ അങ്ങനെ ആകുമ്പോൾ എന്നാ പ്രിന്റ് മോഡലൊക്കെ എന്നാ ഫസ്റ്റ് ബേബിക്ക് അവർ കുറേ കാണിച്ചു തന്നു കേട്ടോ. പക്ഷെ അതൊന്നും ബേബിക്ക് അളവ് സൈസ് കറക്റ്റ് ആയില്ല. അവസാനം ബേബിൻ്റെ ഫേവറേറ്റ് കളറായ യെല്ലോ കളറിലൊരു ടീഷർട്ടും ഒരു ബ്ലാക്ക് ഷോർട്ട്സും കിട്ടിയിട്ടോ. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അവർക്ക് സോറി പറയാൻ ഒരു മടിയും ഇല്ല കേട്ടോ. ഏത് ഷോപ്പ് കയറിയാലും കളിയാണ് അവരുടെ മെയിൻ. ഒന്നങ്ങോട്ട് വന്നേ. മുന്നുകുട്ടാ വന്നേ, അങ്ങോട്ട് വന്നേ. എനിക്ക് ഷൂ വേണം. അത് സ്മോൾ ബേബിന്റെ സോക്സ് ആണ്. ഇതൊക്കെ അലനെ ഷൂ നോക്കുന്ന സമയത്ത് ബേബി അവൾക്ക് പറ്റിയൊരു യെല്ലോ കൈ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൂ അവൾക്കൊരു പിങ്ക് കൈ പിടിച്ചിട്ടുണ്ട്. അലന്റെ ഷൂ മാത്രമാണ് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവന് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഷൂഷുക്കും ബേബിക്കും ചെരുപ്പൊന്നും വാങ്ങിയില്ല. അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഐഷാക്ക് വേണ്ടിയിട്ട് അലനാണ് ബർത്ത്ഡേ സോങ് ഒക്കെ പാടിക്കൊടുത്തത്. ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. ഇതാണ് കേട്ടോ ബേബിന്റെ യെല്ലോ ഡ്രസ്സ്. കളർ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ ക്യാപ്പ് ടീച്ചർ കൊടുത്തതാണ് ബർത്ത്ഡേന്റെ. അതും കൂടെ ആയപ്പോൾ പിന്നെ സന്തോഷം പറയാനില്ല. കേക്കിൽ പിങ്ക് കളർ മാത്രമേ ഉള്ളൂ വന്നത്. അവർ മറന്നുപോയതാണ്. അലൻ്റെ ബ്ലൂ കളറും കൂടെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. They are taking photo.
അപ്പൊ എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷം എനിക്ക് മക്കളുണ്ടായി, ട്വിൻസായി, ഒരാണും ഒരു പെണ്ണും. അതുപോലെ തന്നെ അവർക്ക് 4 വയസ്സായി. സ്കൂളിൽ ചേർത്തി, 3.25 വയസ്സായപ്പോഴാണ് ഞാൻ സ്കൂളിൽ ചേർത്തിയത് കേട്ടോ. പിന്നെ ഫസ്റ്റത്തെ സ്കൂളിൽ ചേർത്തതിന് ശേഷം ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. സ്കൂളിൽ ചേർത്തിയപ്പോൾ തന്നെ ഓരോ കുട്ടികളുടെ ആഴ്ചയിൽ ഒരു മാസത്തിലൊക്കെ 2 കുട്ടികളുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടാവും. ക്ലാസ്സിൽ എല്ലാവരും കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്യും, മിഠായി കൊടുക്കും. അപ്പൊ ഇവര് എല്ലാ ദിവസവും വന്നിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവര് പറയാറുണ്ടായിരുന്നു, മമ്മി ബർത്ത്ഡേ ആണ്, കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. ഇപ്പൊ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് പറയാ, അവര് കേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ കേക്ക് കഴിച്ചു, അവർ ഇന്ന ഡ്രസ്സ് ഇട്ടിട്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്, എനിക്കും വേണം ഫ്രോക്ക്. ശുഷുവിന്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ്. അപ്പൊ എപ്പോഴും അവള് പറയും പിങ്ക് കളർ വേണം, അല്ലെങ്കിൽ ബ്ലൂ കളർ വേണം, ബ്ലൂ ജാക്കറ്റ് വേണം. അങ്ങനെയൊക്കെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന സമയത്ത് അവര് പറയും, ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഇത് ഗിഫ്റ്റ് ഇത് കൊണ്ടുപോകണം, ക്യാൻഡി കൊണ്ടുപോകണം, അതുപോലെ ഫ്രോക്ക് വേണം, ക്യൂവിന്റെ ഡ്രസ്സ് വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം മാറ്റി മാറ്റി ഡേറ്റ് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം ആയി. അപ്പൊ അങ്ങനെ അവര് സ്കൂളിൽ പോയി ഇതെല്ലാം ആഘോഷിച്ച്. അപ്പൊ ഞാനും അതിന്റെ കൂട്ടത്തില് അവിടെ പോയി അവരുടെ കൂടെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ വന്ന് ടീച്ചേഴ്സും എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അവര് മധുരമൊക്കെ കൊടുത്ത് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. പിന്നെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അതിനൊരു പരിധിവരെ കാരണം ഞാൻ തന്നെയാണ്. അവര് 3 പേരെ മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ വാശിയും ഇതൊക്കെ കാരണമാണ് ഞാൻ അവർക്ക് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ അധികവും ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. എനിക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവര് 2 പേരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോഴും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് കാർട്ടൂണ്. അതിൽ ഇംഗ്ലീഷ് നല്ലോണം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് അവർ വരുമ്പോൾ മലയാളം സംസാരിക്കും. പിന്നെ ഇക്ക ഉണ്ടാവുമ്പോൾ കൂടുതലും അവരോട് ഇംഗ്ലീഷ് സംസാരിക്കലുണ്ട്. അപ്പൊ അവര് തിരിച്ചും അതുപോലെ തന്നെ മറുപടി പറയാറുണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇക്കാന്റെ കൂടെ ഇരുന്നാണ്ട് ഇംഗ്ലീഷ് മൂവി കാണും, അതുപോലെ തന്നെ ന്യൂസ്, ഇംഗ്ലീഷ് വൊക്കാബുലറീസ് ഒക്കെ അവര് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നല്ല, പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് 4 വയസ്സായപ്പോ തന്നെ അവര് ഫുള്ളായിട്ട് ഇംഗ്ലീഷ് സെന്റൻസ് വരെ പറയാറുണ്ട്. ഇപ്പൊ അവര് കാർട്ടൂൺ ഇട്ട് കൊടുക്കണം എന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല. 2 പേരായതുകൊണ്ടും പിന്നെ ബേബി പെട്ടെന്ന് വന്നതുകൊണ്ടൊക്കെയാണ്. 3 പേരും ആയപ്പോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കാർട്ടൂൺ ഇട്ട് കൊടുത്തത്. ഒരിക്കലും ഞാൻ കാർട്ടൂൺ കുട്ടികൾക്ക് ഒരുപാട് സമയം ഇട്ട് കൊടുക്കുന്നതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും പേരന്റിന്റെ അണ്ടറിൽ തന്നെ കുട്ടികൾക്ക് കാർട്ടൂൺ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ എൻ്റെ ഒരു കാര്യം തന്നെ പറയാം. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ടഫുള്ള ഒരു വിഷയം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. കറക്റ്റ് സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, എത്രത്തോളം തെറ്റിപ്പോകും എന്നുള്ളതൊന്നും അറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരുടെ മലയാളം നമ്മൾ വീട്ടിൽ എന്തായാലും പറയുമല്ലോ. അപ്പൊ അവരുടെ ആ ഒരു പേടി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് ഇംഗ്ലീഷ് കാർട്ടൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി അതിന്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേബാക്ക് സ്പീഡ് കുറച്ചിട്ടാണ് അവർക്ക് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, വാക്കുകൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികളുടെ ബേസിലുള്ള കാർട്ടൂണുകൾ മാത്രം, ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാർട്ടൂണുകളും ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. അവര് നമ്മളെ സേവ് ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും ഫാമിലി മെമ്പേഴ്സിനോട് ബിഹേവ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാർട്ടൂണുകൾ മാത്രമാണ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരെ 2 വയസ്സ് 3 വയസ്സിന് ഉള്ളിലുള്ള കാർട്ടൂണുകൾ മാത്രം, ആ ഏജിലുള്ള കാർട്ടൂൺ നോക്കിയിട്ട് മാത്രമാണ് ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്, ഫോൺ ഒരിക്കലും കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു സ്റ്റാൻഡ് വാങ്ങി ഫോണ് ടേബിളിൽ വെച്ച് അവരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ചെയറിൽ ഇരുത്തിയിട്ട് സ്റ്റഡി ആയിട്ട് ഇരുത്തിയിട്ട് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫോണിൽ അധികം ഇട്ട് കൊടുക്കാറില്ല. അത് ഞാൻ എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത ടൈമിൽ റൂമിൽ TV മാത്രം അവരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇരുത്തിയതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റിമോട്ട് കൺട്രോൾ ഒരിക്കലും അവർക്ക് കൊടുത്തിട്ടില്ല, ഇപ്പോഴും കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പൊ 4 വയസ്സായി, ഇപ്പോഴും അവർ റിമോട്ട് എടുത്തിട്ട് എൻ്റെ അടുത്ത് വരും, മാമി TV കാണണം. ഇപ്പോൾ വെക്കേഷൻ അല്ലെങ്കിൽ സൺഡേകളിലൊക്കെ ഓഫ് ടൈമിലൊക്കെ വരുമ്പോൾ അവർ TV കാണണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വരുമ്പോൾ ഞാൻ അവർക്ക് അത്ര സമയം സെറ്റ് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എപ്പോഴും പേരന്റിന്റെ അണ്ടറിൽ തന്നെ മക്കൾക്ക് TV കാണിച്ചു കൊടുക്കാനോ കാർട്ടൂൺ കാണിച്ചു കൊടുക്കാനോ സമയപരിധി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.